രാജ്യത്ത് ടാക്സ് ടെററിസം അഥവാ നികുതി ഭീകരതയാണെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണെങ്കിലും ആ പദാവലി ബി.ജെ.പിക്കെതിരെ പ്രതിപക്ഷം തൊടുക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. വല്ലാത്തൊരു ശുഷ്കാന്തിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം നികുതി പിരിവ് മഹായജ്ഞകാലമാണ്. ആമത്തായിട്ട് പൂട്ടിയ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന് കേരളത്തിൽ തുടക്കം. CPM-ന്റെ നെഞ്ചത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്ന് മധുരമനോഹര കിനാവുകാണ് തൃശ്ശൂരിലാണ് തുടക്കം. അത് പ്രചാരണത്തിന് കാശില്ലാതെയാക്കി പ്രതിപക്ഷ പാർട്ടികളെ 10 പൈസയ്ക്ക് പാങ്ങില്ലാത്തവണ്ണം പിച്ചപ്പാത്രം അടുപ്പിച്ച് തെണ്ടിക്കുന്ന ആദായ രാഷ്ട്രീയ വിളവെടുപ്പ് കേരളത്തിൽ തുടക്കമെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലെ ഹാലിളക്കം പൊടുന്നിനെ തുടങ്ങിയത് ഇലക്ട്രൽ ബോണ്ടിൽ BJP-യുടെ മുഖത്തേറ്റ അടിക്ക് തുടർച്ചയിലാണെന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷം. പണ്ടങ്ങോ സീതാറാം കേസരി ഖജാന സൂക്ഷിപ്പുകാരനായിരുന്ന കാലത്തെ അടക്കം അന്നൊന്നും കാണാതിരുന്ന ക്രമക്കേടിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ കോൺഗ്രസ് അടിച്ചുകൊടുത്ത ഇൻഡാസിന്റെ കണക്ക് ചില്ലറയല്ലത് കോടികൾ ആയിരക്കണക്കിനാണ്. ആ മൈക്രോസ്കോപ്പിൽ കൂടി ഓവർ ടൈം പണിയെടുത്ത് ചില്ലറക്കണക്കിൽ ഗവേഷണം നടത്തിയ TMC-ക്ക് CPM-ന് CPI-ക്ക് എന്ന് വേണ്ട മോദി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾക്ക് വാലവാലയാണ് വിരട്ടിന്റെ വാറോല. അതേ യുക്തിയിൽ അതേ കാലയളവിൽ BJP-യുടെ കണക്കിലെ പ്രശ്നങ്ങൾക്ക് പിഴയടക്കേണ്ട 4000 കോടി പിടിച്ചെടുക്കുന്നത് പോട്ടെ, ഒരു നോട്ടീസെങ്കിലും നൽകുമോ ആദായ നികുതിക്കാരാ എന്ന ചോദ്യത്തിന് കമാന്നൊരക്ഷരം മിണ്ടാട്ടമുട്ടലാണ്. ആ വായില്ലാ കുന്നിലപ്പൻ വിധി നികുതിക്കാർക്ക് മാത്രമാണോ? ED കേസിൽ മാസങ്ങളായി പിടിച്ചകത്തിട്ട് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകി സാക്ഷാൽ സുപ്രീം കോടതിയാണ്. കോടികളുടെ കോഴ എന്നൊക്കെ അങ്ങ് തള്ളുന്നതല്ലാതെ പിടിച്ചെടുത്ത അഴിമതിപ്പണം കാൽക്കാശ് കാണിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് നാക്കിറങ്ങി നാണം കിട്ടു നിൽക്കലാണ് രാജ്യത്തെ ഒരു പ്രീമിയർ അന്വേഷണ ഏജൻസി. അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ ലീഗലൈസ്ഡ് പ്ലണ്ടർ, രാജ്യം കണ്ട അങ്ങേയറ്റത്തെ വ്യവസ്ഥാപിത കുംഭകോണത്തിൽ ED റെയ്ഡുകൾക്ക് പിന്നാലെ കാവി പാർട്ടിക്ക് ബോണ്ട് രൂപത്തിൽ കോടികളാണ്, സഹസ്ര കോടികൾ. അത് സാന്റിയാഗോ മാർട്ടിനും വേദാന്തയും ബിർളയും ഫാർമ കമ്പനികളും റെയ്ഡിന് പിന്നാലെ ശതകോടികൾ ഭരണപ്പാർട്ടിക്ക് ഒഴുക്കിയെങ്കിൽ അതിനെ വിളിക്കേണ്ടത് ഗുണ്ടാപ്പിരിവെന്ന് മാത്രമല്ല, അക്ഷരം തെറ്റാതെ വിളിക്കണം. അവിശുദ്ധ വഴിയിൽ വഞ്ചന നാറുന്ന അഴിമതിയാണ് പിടിച്ചുപറി. എന്തിന് ഗോസംരക്ഷണം പറഞ്ഞിട്ട് ഇറച്ചിവെട്ടുകാരിൽ നിന്ന് കൈനീട്ടി കാശ് വാങ്ങിയവർ അഴിമതി വിരുദ്ധ ഗീർവാണം പറയുന്ന തൊലിക്കട്ടി കണ്ട് കാണ്ടാമൃഗങ്ങളൊക്കെയും കാല് പറിച്ചങ്ങ് കണ്ടം വഴിയോടലാണ്. കേരളത്തെ ഒരു ഭീകര സംസ്ഥാനമായി ചാപ്പകുത്തിയും വിദ്വേഷം പറഞ്ഞും പേടിപ്പിച്ചും ഒരു 4ാം കിടപ്പടം രാജ്യം മൊത്തം കാണിച്ചും പച്ച പിടിച്ചില്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ഏത് വഴിയും നോക്കി ആദായ നികുതിയല്ല ED അടക്കം ഷായുടെ സകല ഏജൻസികളും തേക്കിൻകാട് മൈതാനിയിൽ സംസ്ഥാന സമ്മേളനം കൂടി കൂട്ടമായി ഇറങ്ങിയാലും നേരും നെറിവും കിട്ട വഴിയാണെങ്കിൽ ഇത്തവണയും ആ പരിപ്പ് വേവില്ലത് കരിഞ്ഞു കട്ടമണ്ണ്. ഓർത്തോ മിത്രങ്ങളെ, ഇത് നോർത്തല്ല, കേരളമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ K. അനിൽകുമാർ, രാജു P. നായർ, സന്ദീപ് വാര്യർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ സന്ദീപിലേക്ക്. സന്ദീപ്, ഇവിടെ രാജ്യം മുഴുവൻ നമ്മൾ കാണുന്നതാണ്, കോൺഗ്രസിന്റെ പരാതി കേൾക്കുന്നതാണ്, CPM-ന്റെയും CPI-യുടെയും TMC-യുടെയും ഒക്കെ ഈ ആദായ നികുതി നോട്ടീസ് കാണുന്നതാണ്. CPM പറയുന്നു അതിന്റെ തുടർച്ചയിൽ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ആ രാഷ്ട്രീയ വേട്ടയുടെ തുടർച്ചയാണ്. യുക്തിയുള്ള ആരോപണമല്ലേ സന്ദീപ്? അഷ്മിയുടെ ഇൻട്രൊഡക്ഷൻ കേട്ടു. എന്ത് വാട്ട് കൈൻഡ് ഓഫ് റബ്ബിഷ്! നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിയും ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ വെല്ലുവിളി നടത്തുന്നത്? കരുവന്നൂരിൽ സ്വന്തം ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിച്ച പാവങ്ങളോടോ? തങ്ങളുടെ പെൺമക്കളെ വിവാഹം നടത്താൻ, ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി, ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി, വീട് വയ്ക്കാൻ വേണ്ടി ആജീവനാന്തകാലം പണിയെടുത്ത പണം മുഴുവൻ വേർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം മുഴുവൻ കരുവന്നൂരിൽ ഈ CPM-ന്റെ നേതൃത്വത്തെയും വിശ്വസിച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച ആ പാവങ്ങളോടാണോ ഹാഷ്മി ഈ ഇൻട്രോ വെല്ലുവിളി നടത്തി കയ്യടി വാങ്ങാൻ നോക്കുന്നത്? എന്ത് നാണം കെട്ട ഇൻട്രോയാണ്! കേരളത്തിൽ ആ 10,000-കണക്കിന് ജനങ്ങളുടെ 10,000-കണക്കിന് മനുഷ്യരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയല്ലേ ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത്? അതിന്റെ അതിലെ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്ന സമയത്ത് രണ്ടും രണ്ടാണ് സന്ദീപ്. താങ്കൾ എത്ര റബ്ബിഷ് എന്ന് പറഞ്ഞാലും എത്ര നാണം കെട്ടാന്ന് പറഞ്ഞാലും വസ്തുതയല്ലാതാവുന്നില്ല. തികച്ച 3ാംകിട മാധ്യമ വിചാരണ എന്തുമായിക്കോട്ടെ, താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ പറഞ്ഞാലും, താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ വല്ലാത്ത വാക്ക് ഉപയോഗിച്ചാലും വസ്തുതയല്ലാതാവുന്നില്ല സന്ദീപ്. രണ്ടും രണ്ടാണ്. കരുവന്നൂരിൽ അടിച്ചുമാറ്റിയ കള്ളപ്പണമാണ് അക്കൗണ്ടിലെങ്കിൽ EDക്ക് അത് കോൺഫിസ്കേറ്റ് ചെയ്യാം. ചെയ്തോ? ആ, ഇനി റബ്ബിഷ് എന്നോ നാണം കെട്ടാവുന്നോ കുരുപൊട്ടി എന്തൊക്കെ സന്ദീപ് പറഞ്ഞാലും വസ്തുതയല്ലാതാവുന്നില്ല. ആഷ്മി, ഞാൻ ചോദിക്കുന്ന ഇത്രയാണ്. നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. മുളുകയും വേണ്ട, തടസ്സപ്പെടുത്തരുത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണം. ആവശ്യമില്ലാത്ത ഇൻട്രോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? സന്ദീപാണോ തീരുമാനിക്കുന്നത് ആവശ്യമുള്ള ഇൻട്രോ ഏത്, ആവശ്യമില്ലാത്ത ഇൻട്രോ ഏതെന്ന്? ഈ ദാസ്യപ്പണി ആർക്ക് വേണ്ടി എടുക്കുന്നത്? റബ്ബിഷ് എന്ന് പറഞ്ഞ ഒരു വാക്ക് വസ്തുതാവിരുദ്ധതയുണ്ടോ? അത് പറ. സന്ദീപ് ചൂണ്ടിക്കാണിക്ക് ഒരു വാക്ക് വസ്തുതാവിരുദ്ധതയുണ്ടോ? ഒറ്റ വാക്ക് വെല്ലുവിളിക്കലാണ്. ഇപ്പോഴാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. ഒരു വാക്ക് വസ്തുതാവിരുദ്ധമായി കാണിക്കാവോ?
വെല്ലുവിളിയാണ്. ഞാൻ പറയട്ടെ അശ്മി, വെല്ലുവിളിയാണ്. ഒരൊറ്റ വാക്ക് വസ്തുതാവിരുദ്ധമായി പറയാവോ? എന്റെ ഇൻട്രോ ഞാൻ പറയട്ടെ അശ്മി. ആ, നിങ്ങൾ പറഞ്ഞ മുഴുവൻ വസ്തുതാവിരുദ്ധമാണ്, ഒരൊറ്റ വാക്ക് പറ. പച്ച കള്ളമാണ്. ഒരൊറ്റ വാക്ക് പറ. നാലാംകട അഭ്യാസം മാത്രം. ഒരൊറ്റ കള്ളം പറ. ഹാഷ്മി ഒരു ചുക്കുമല്ല. ഒരൊറ്റ വസ്തുതാവിരുദ്ധത പറ. വെല്ലുവിളിക്കുന്നു സന്ദീപേ, ഒരൊറ്റ വാക്ക് വസ്തുതാവിരുദ്ധത പറ. അതിൽ മേലെ ഒന്നുമല്ല അശ്മി. വെല്ലുവിളിക്കുന്നു സന്ദീപേ, ഒരൊറ്റ വാക്ക് വസ്തുതാവിരുദ്ധത പറ. പറയില്ല, പറയാൻ കഴിയില്ല. ബഹളം ഉണ്ടാക്കി ശബ്ദമുണ്ടാക്കി എന്റെ ശബ്ദം ചെറുതാക്കാൻ നോക്കണ്ട. നിങ്ങൾ ഇൻട്രോയിൽ ബഹളം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി എന്റെ ആർഗ്യുമെന്റ് ഇല്ലാതാക്കാനും നോക്കണ്ട. ഹാഷ്മി ഇപ്പോ കാർക്കിച്ചു തുപ്പിയത് ഈ ഇൻട്രോയിലൂടെ പുലമ്പിയിട്ടുള്ള പുലഭ്യങ്ങൾ മുഴുവൻ നിങ്ങൾ കാർപ്പിച്ചു തുപ്പിയത്, ഈ വിഷം മുഴുവൻ തുപ്പിയത് ആ പണം നഷ്ടപ്പെട്ട 10,000-കണക്കിന് സാധാരണക്കാരുടെ മുഖത്തേക്കാണ്. 10,000-കണക്കിന് മനുഷ്യർ ഹൃദ്രോഗം വന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ മരിക്കേണ്ടി വന്ന ഹതഭാഗ്യർ, പെൺമക്കളെ വിവാഹം നടത്താൻ ശേഷിയില്ലാതെ കരയാൻ വിധിക്കപ്പെട്ട, നിക്ഷേപം നഷ്ടപ്പെട്ട 10,000-കണക്കിന് മനുഷ്യർ അവരുടെ മുഖത്തേക്ക് ആട്ടി ഒന്ന് തുപ്പിയിട്ട് ഇൻട്രോയ്ക്ക് കയ്യടി വാങ്ങാൻ നോക്കുന്നു. എന്ത് നാണംകെട്ട ദാസ്യവേലയാണിത്. സന്ദീപ് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞാൽ ഞാൻ എന്റെ ഒന്നാമത്തെ വെല്ലുവിളി, ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായി ഒന്നെങ്കിലും കാണിക്കാവോ? ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ഒരു വാചകമെങ്കിലും സന്ദീപിന് ചൂണ്ടിക്കാണിക്കാവോ? എന്റെ വെല്ലുവിളിയാണെന്നേ, ഉത്തരവാദിത്തോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ വസ്തുതാവിരുദ്ധമായ ഒരു വാചകം ചൂണ്ടിക്കാണിക്കാം സന്ദീപിന് കഴിയില്ല. ഞാൻ പറഞ്ഞ 100% സത്യമാണ് സന്ദീപ്. രണ്ടാമത്തെ കാര്യം, കരുവന്നൂരിലെ കള്ളപ്പണവേട്ട ഇ ഡി കേസും രണ്ടാണ് സന്ദീപ്. കരുവന്നൂരിലെ ഇ ഡി കേസും ഇപ്പൊ സന്ദീപ് ഇപ്പോൾ പറയുന്ന ആത്മരോഷത്തെക്കാൾ കൂടുതൽ ദോഷപ്പെട്ടവനാണ് ഞാൻ. അവിടുത്തെ പാവങ്ങളുടെ പണം നഷ്ടമായതിൽ അവിടെ പോയി അവരെ നേരിട്ട് കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് ആ വേല ഇങ്ങോട്ട് ഇറക്കണ്ട. ഇത് രണ്ടാണ് സന്ദീപ്. എങ്ങനെയാണ് ബന്ധം പറ? ആ വേല ഇങ്ങോട്ട് ഇറക്കണ്ട. ആഷ്മിയുടെ കയ്യിലല്ല കേരളത്തിലെ ജനങ്ങളെ. സർ, കരുവന്നൂർ വേറെ കേസാണ്. കരുവന്നൂർ വേറെ കേസാണ്. ഇവിടെ ഫണ്ട് മരവിപ്പിക്കാൻ കരുവന്നൂർ എന്ന് ആര് പറഞ്ഞു? ഇവിടെ ഫണ്ട് മരവിപ്പിച്ചത് കരുവന്നൂർ എന്ന് ആര് പറഞ്ഞു? അയ്യ നാലാംകട വർത്താനം പറയല്ലേ. നാലാംകട വാക്ക് ചുരുട്ടി കൈവെക്ക്. നാലാംകട വാക്ക് ചുരുട്ടി കൈവെക്ക്. നാലാംകട വാക്ക് ചുരുട്ടി കൈവെക്ക്. അതാ പറഞ്ഞ കൈവെച്ചോ? ഒലത്ത എന്ന വാക്കൊക്കെ കൈവെച്ചാൽ മതി. ഒലത്ത എന്നൊക്കെ വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. ഒലത്തെന്ന വാക്ക് പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. സാർ ഒലത്ത എന്ന വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറ. സാർ മറുപടി ഉണ്ട്, അത് പറ. സാർ മറുപടി ഉണ്ട്, പറയുന്നു. സന്ദീപ് മറുപടി ഉണ്ട്, പറ. എന്തിനാ പേടിക്കുന്നേ സാർ? എന്തിനാ പേടിക്കുന്നേ? വസ്തുത എന്റെ ഒന്നാമത്തെ വെല്ലുവിളി, അതിൽ വസ്തുതാവിരുദ്ധമായ ഒരു സെന്റൻസ് കാണിച്ചു തരാമോ? അതിന്റെ വസ്തുതാവിരുദ്ധം ഒരു സെൻസ്. രണ്ടാമത്തെ വെല്ലുവിളി, കരുവന്നൂരുമായി ഈ പറയുന്ന വിലക്കിന് ബന്ധം എന്താണ്? കരുവന്നൂരുമായി ഇതിന്റെ വിലക്കിന്റെ ബന്ധം സന്ദീപിനോട് ആര് പറഞ്ഞു? എന്നോട് പറഞ്ഞില്ല. താങ്കളല്ലേ പറഞ്ഞു? നിങ്ങൾ കുറെ കണക്ക് പറഞ്ഞല്ലോ. താങ്കളല്ലേ ടാക്സ് വെട്ടിച്ചു പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? എന്ത് തെളിവുണ്ട്? തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഇൻകം ടാക്സ് റിട്ടേണിൽ 5,000 കോടി ഫൈൻ അടയ്ക്കാനുള്ള പിഴവ് കൊണ്ടെന്ന് പറഞ്ഞത്? അത് കാണിച്ചതാ. അത് കോൺഗ്രസ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല. സാർ പ്രതിപക്ഷം പറഞ്ഞ ഞാൻ പറഞ്ഞേ. എന്ത് ചുക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? സന്ദീപേ, ഞാൻ കോൺഗ്രസിനെ കോട്ട് ചെയ്തേ ഉള്ളൂ. ഇനി തെളിവ് വേണോ? കോട്ടെ, തെളിവിന് വേണോ? തെളിവ് ഞാൻ അയച്ചു തരാം. സാർ തെളിവ് ഞാൻ അയച്ചു തരാം. ഞാൻ അയച്ചു തരാന്നേ. ഞാൻ അയച്ചു തരാം. ഇലക്ഷൻ കമ്മീഷൻ BJP കൊടുത്ത ഈ പറയുന്ന അഫിഡവിറ്റിൽ വാലും തുമ്പുമില്ലാത്ത അക്കൗണ്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. തെളിവ് വേണോ? ഞാൻ തരാന്നേ. ഞാൻ തരാം സാറേ. സാർ ഞാൻ തരാം. പിന്നെ കൊടുക്കാനില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കോൺഗ്രസ് പറയുന്നല്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. മറുപടി ഉണ്ടോ? സന്ദീപിന് മറുപടി ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ല. സന്ദീപിന് മറുപടി ഉണ്ടോ? പത്രസമ്മേളനം കേട്ട് ഇൻട്രോ പറഞ്ഞ സന്ദീപിന് മറുപടി ഉണ്ടോ? നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞതല്ലെന്നേ സാർ, ഞാൻ പറഞ്ഞതല്ല. അത് പറഞ്ഞത് പ്രതിപക്ഷമാണ്. രണ്ടാമത്തെ കാര്യം 42 കോടി അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് ഉണ്ടെന്ന് കോൺഗ്രസ് പറയുന്നതാണ്. അതിന്റെ രേഖയെ അവർ പുറത്തുവിടുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ BJP കൊടുത്ത കണക്കാണ്. ആ കണക്കിൽ വാലും തുമ്പൂലത്ത് അക്കൗണ്ട് ഉണ്ട്. ഞാൻ അയച്ചു തരാം. സന്ദീപിന് അയച്ചു തരട്ടോ?
ആഷ്മി, അയച്ചു തരട്ടെ സന്ദീപേ. ആഷ്മിയുടെ കാര്യം പറയട്ടെ. നിങ്ങൾ കോൺഗ്രസിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെച്ച അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം അഭിപ്രായം പോലെ തട്ടരുത്. പിന്നെ ഞാൻ സന്ദീപിന് അയച്ചു തരാം. BJP 1 രൂപ കൊടുക്കാനില്ല. ഞാൻ സന്ദീപിന് അയച്ചു തന്നാലോ? ഒരു BJPയുടേതായിട്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ ഒരു പിഴവുമില്ല. ഞാൻ സന്ദീപിന് അയച്ചു തന്നാലോ? കാര്യങ്ങളും വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഇനി പരാതി ഞാൻ സന്ദീപിന് അയച്ചു തന്നാലോ? കോൺഗ്രസ് പരാതി ഉണ്ടെങ്കിൽ നാഴേക്ക് 40 വട്ടം കോടതി പോകുന്നുണ്ടല്ലോ. എന്താ കോടതി പോകാത്തത്? അത് ചോദിക്കാം. അത് കോൺഗ്രസിനോട് ചോദിക്കാം. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഒരു ഇലക്ഷൻ ടൈമിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 1 മിനിറ്റ് ആഷ്മി, ഒരു കാര്യം കൃത്യമായി പറയട്ടെ. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്, അല്ലാത്ത സമയം ഞാൻ പറഞ്ഞില്ല, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ ജനവിധിയുടെ കുത്താവകാശം ചാനൽ മുറിയിൽ ഇരുന്നിട്ട് മാധ്യമം ജഡ്ജി ഞങ്ങൾ പറയരുത്, പ്രഖ്യാപിക്കരുത്. കേരളത്തിൽ BJP അങ്ങ് ജയിക്കില്ല എന്നൊക്കെ നിങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു കളയരുത് കേട്ടോ. ഒന്ന് സന്ദീപ് കേട്ടതിന്റെ പ്രശ്നമാണ്. അധികാരം തന്നിട്ടില്ല. ഒന്ന് സന്ദീപ് കേട്ടതിന്റെ പ്രശ്നമാണ്. മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിട്ടാ. ജനങ്ങൾ ജയിക്കട്ടെ. നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ഒരാൾ അധികാരം തന്നിട്ടില്ല. ജയിക്കട്ടെ സന്ദീപ്. ഒന്ന് രോഷം അടക്ക്. ദേശാഭിമാനികളുടെ ഏകപക്ഷീയമായിട്ട് അങ്ങ് പറഞ്ഞു പോയിക്കോ. ഒന്ന് രോഷം അടക്ക്. ഞാൻ പറയട്ടെ. ഒന്ന് രോഷം അടക്ക്. ഞാൻ പറയട്ടെ. ഒന്ന് രോഷം അടക്ക്. ഞാൻ പറയട്ടെ. നിങ്ങൾ മര്യാദകൾ ഇൻട്രോ പറയണം. നിങ്ങൾ ഒരു പാർട്ടി ഏകപക്ഷീയമായിട്ട് അങ്ങ് ജയിക്കുന്നത്. സന്ദീപ്, CPM-നെതിരെ ഇൻട്രോ പറയുമ്പോൾ അത് മഹത്തരമാകും. CPM-നെതിരെ ഞാൻ രൂക്ഷമായി പറയുമ്പോൾ സന്ദീപിനും BJP-ക്കും അത് മഹത്തരമാകും. അത് BJP-ക്കെതിരെ പറയുമ്പോൾ പൊള്ളും. അത് സ്വാഭാവികമാണ്. കുറ്റം പറയുന്നില്ല. അത് കുറ്റം പറയുന്നില്ല. പക്ഷെ നമുക്ക് കാര്യത്തിലേക്ക് വാ. മാട്രോ ഫാക്സിലേക്ക് വാ. എന്റെ ചോദ്യം തൃശ്ശൂരിലെ, ശരി, മാട്രോ ഫാക്സിലേക്ക് വാ. ആദ്യം തൃശ്ശൂരിലെ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് മരവിപ്പിക്കാൻ കരുവന്നൂരുമായി ബന്ധമുണ്ടെന്ന് സന്ദീപിനോട് ആര് പറഞ്ഞു? കരിവന്നൂരിന്റെ അന്വേഷണത്തിനിടയിൽ തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ ക്രമക്കേടുകൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തുന്ന സമയത്ത് ഇപ്പൊ ഇലക്ഷൻ ആണ്, ഇപ്പൊ അന്വേഷിക്കേണ്ട, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതി എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇതെവിടെ തന്നെയാണ് സാർ? ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. താങ്കളോട് ആര് പറഞ്ഞത് കരുവന്നൂരിന് ബന്ധമുണ്ടെന്ന്? ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഒരു ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഏജൻസികൾ വിവിധ ബാങ്കുകൾ പരിശോധിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ, ക്രമക്കേടുകൾ കണ്ടെത്തുന്ന സമയത്ത് ആ ക്രമക്കേടുകൾ ഇലക്ഷൻ കഴിയുന്നവരെ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാ? പാടില്ല എന്ന് പറയാൻ കഴിയില്ല. എന്റെ ചോദ്യം പിന്നെയും അവിടെ നിൽക്കലാണ്. നിയതമായിട്ടുള്ള നിയമങ്ങളില്ലേ സാർ? എന്റെ ചോദ്യം പിന്നെയും അവിടെ നിൽക്കലാണ്. ഇത് കരുവന്നൂരുമായി ബന്ധമുണ്ടെന്ന് ഒരൊറ്റ വാക്കിൽ പറയാവുന്നതേ ഉള്ളൂ സന്ദീപിന് അറിയാമെങ്കിൽ. ഇത് കരുവന്നൂരുമായി IT ആദായ നികുതി വകുപ്പിന് ബന്ധം എന്താണ്? കരുവന്നൂർ കേസ് അന്വേഷിക്കുന്നത് ED ആണ്. ഇനി ഈ പറയുന്ന അക്കൗണ്ടിലുള്ളത് പാവങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ച കള്ളപ്പണമാണെങ്കിൽ, സാർ, ഈ പാവങ്ങളുടെ പണമാണെങ്കിൽ EDക്ക് അത് കോൺഫിസ്കേറ്റ് ചെയ്യാം. മരവിപ്പിക്കേണ്ട കാര്യമില്ല. നിയമവഴി അറിയാതെ പറയല്ലേ അങ്ങനെ? ഹാഷ്മി, ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പുതിയ ക്രൈമുകളിലേക്കുള്ള തെളിവുകൾ വരുന്ന സമയത്ത് ആ തെളിവുകൾ തെരഞ്ഞെടുപ്പാണെന്ന് കരുതി അതിനെ അവഗണിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പാടില്ല എന്നാണ് എന്റെ മറുപടി. അവഗണിക്കാൻ പാടില്ല എന്നാണ് എന്റെ മറുപടി. വലിയ ക്രമക്കേടാണ്, ക്രിമിനൽ പ്രവർത്തനമാണ്, ക്രമക്കേടാണ്. അത് കണ്ടെത്തി CPM-ന്റെ തൃശൂർ ജില്ലാ നേതൃത്വം, CPM-ന്റെ തൃശൂർ ജില്ലാ നേതൃത്വം കഴിഞ്ഞ കുറെ കാലമായി നടത്തി വരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് അതിലേക്കുള്ള ഉള്ളറകളിലേക്കുള്ള തെളിവുകൾ, വെളിച്ചം വീശുന്ന തെളിവുകൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കിട്ടുന്ന സമയത്ത് ആ തെളിവുകളൊക്കെ ഇലക്ഷൻ ആയതുകൊണ്ട് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ നിഷേധിക്കുന്ന ഒരു തർക്കമൊക്കരുത്തില്ല. എന്റെ ചോദ്യം അതല്ല സാർ. എന്റെ ചോദ്യം എന്താണ് സാറേ? സന്ദീപിന്റെ ചോദ്യം മനസ്സിലാവാത്തതല്ല. സന്ദീപിന്റെ ചോദ്യം മനസ്സിലാവാത്തതല്ല ആണോ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ സാറേ ഒന്നും വിളിക്കണ്ട. സന്ദീപിന്റെ ചോദ്യം മനസ്സിലാവാത്തതല്ല. ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എന്റെ ചോദ്യം എന്താണ്? എന്റെ ചോദ്യം എന്താണ്? ഫണ്ട് മരവിപ്പിക്കലും കരുവന്നൂർ ബാങ്കുമായി ബന്ധം എന്താണ്? അത് സന്ദീപിന് എവിടുന്ന് അറിയാം? ഒറ്റ വരിയിൽ മറുപടി തീർക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ സന്ദീപിന് ഇഷ്ടംപോലെ സമയം തരാം. അറിയോ അത്? ഞാൻ താൽക്കുമാർ ഹാഷ്മി, കരിവന്നൂരിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഹാഷ്മി, തടസ്സപ്പെടുത്തരുത്. കരിവന്നൂർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് തന്നെ കരിവന്നൂരിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന തെളിവുകളും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അപഗ്രഥിക്കുന്ന സമയത്ത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു, അൺഎർത്ത് ചെയ്യുന്നു. ആ തെളിവുകൾ പുറത്തു വരുന്ന സമയത്ത് ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ള തെളിവ് സഹിതം പുറത്തു വരുന്ന സമയത്ത് ഏജൻസികൾ മൗനം പാലിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. നിയമവിരുദ്ധമല്ലേ? നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനല്ലേ ആവശ്യപ്പെടുന്നത്? ശരിയാണ്, നിയമവിരുദ്ധമായി താങ്കൾ പറയുന്നത് ശരിയാണ്. എന്റെ ചോദ്യം അവിടെ നിൽക്കാണ്. ക്രിമിനൽ പ്രവർത്തനമാണോ തെറ്റാണോ? സാർ, എന്റെ ചോദ്യം അവിടെ നിൽക്കാണ്. നിയമപരമായിട്ടുള്ള കരിവന്നൂർ ബാങ്കും പിന്നെയും പിന്നെ അതിൽ തന്നെ നിൽക്കല്ലേ. എന്റെ ചോദ്യം
കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും CPM-ന്റെ ജില്ലാ അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയും തമ്മിൽ ബന്ധം എന്താണ്? അത് സന്ദീപിന് എവിടുന്ന് അറിയാം? അത് അറിയാമെങ്കിൽ ആക്ഷൻ ചെയ്യേണ്ടത് ED ആണ്. ED ചെയ്യേണ്ടത് എന്താണ്? ഈ പാവങ്ങളുടെ പണം പിടിച്ചു വച്ചിരിക്കുന്ന അക്കൗണ്ടിൽ ആ പണം പിടിച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. ED ആണ് ചെയ്യേണ്ട പണിയാണത്. മനസ്സിലായോ? കൃത്യമായിട്ട് പറയാം. ആഷ്മി ദയവ് ചെയ്ത് ആളുകളെ ഒരു മിനിറ്റ്, ആഷ്മി ദയവ് ചെയ്ത് ED-യുടെ പണിയും IT-യുടെ പണിയും ഇരുന്ന് പഠിപ്പിക്കേണ്ട. അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ആഷ്മിക്കും ഇല്ലല്ലോ. ആഷ്മി അതിരുന്ന് പഠിപ്പിക്കേണ്ട. അത് നന്നായി അറിയുന്ന ആളുകൾ ആ പണി എടുക്കുന്നുണ്ട്. താങ്കൾക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ള അങ്ങ് പറയൂ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തൃശൂർ ജില്ലയിലെ CPM-ന്റെ അക്കൗണ്ട് മരവിപ്പിക്കലും തമ്മിൽ ബന്ധം എന്താണ് സന്ദീപ്? ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, കരുവന്നൂരിൽ നിന്ന് കൊള്ള ചെയ്ത പണത്തിന്റെ പങ്കാളിത്തം പങ്കല്ല ഈ ബാങ്കുകളിൽ നിക്ഷേപിച്ചതെന്ന് ആഷ്മിക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? പങ്കാണെങ്കിൽ ED പിടിച്ചെടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. അതിന് നിയമപരമായി EDക്ക് ഒരു തടസ്സവും ഇല്ല. എങ്ങനെ അറിയും സാർ? അതാണെങ്കിൽ ED പിടിച്ചെടുക്കാം. അതെങ്ങനെ IT മരവിപ്പിക്കുന്ന പ്രൊസീജിയറാണോ? ഒന്നും അറിയാത്തല്ലോ പറയാം. രാവിലെ അല്ലേ ആഷ്മി അങ്ങനൊക്കെ പറയല്ലേ. എന്ത് പ്രൊസീജിയർ? EDക്ക് ആ പണം പിടിച്ചെടുക്കാൻ എന്ത് പ്രൊസീജിയർ? ഓരോ ഏജൻസിക്ക് പോകും. ആ ഏജൻസികൾ അതിന്റെ നടപടി എടുത്തോളും. ആഷ്മി പറയുന്നത് പോലെയാണെങ്കിൽ ED ആണ് എടുക്കേണ്ടത്. ഇൻകം ടാക്സിന് അധികാരമില്ലെങ്കിൽ ഇൻകം ടാക്സിന് അങ്ങനെ ചെയ്യാൻ പറ്റും? ഇൻകം ടാക്സിന് കോടതി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് CPM-ന് അനുകൂലമായിട്ട് വരില്ലേ? അധികാരമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയോ? ചെയ്യോ? ED തന്നെയാണ് ഇൻകം ടാക്സിന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്തരം അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം ഇൻകം ടാക്സിന് മേൽ സ്വാഭാവികമായിട്ട് അന്വേഷണം നടക്കും. പാവപ്പെട്ടവരുടെ പണം കൊള്ള ചെയ്ത് കൊണ്ടുപോയി കള്ളന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി ചർച്ച കരുവന്നൂരുകാർക്ക് കരുവന്നൂർ സമയത്ത് എൻ്റെ ചർച്ച കണ്ടവർക്ക്, ഞാൻ നേരിൽ പോയി കണ്ട കരുവന്നൂരുകാർക്ക് ആ വിഷയത്തിൽ അവരുള്ള എൻ്റെ ഇന്റഗ്രിറ്റി സന്ദീപിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം അവർക്കറിയാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇത് ഈ പറയുന്ന കള്ളപ്പണം. ഒരു മിനിറ്റ് സന്ദീപ്, ഒന്നടങ്ങ് പ്ലീസ്. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. ശരി, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. പ്ലീസ്, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. പറയട്ടെ, പ്രേക്ഷകർ, ഇവിടുത്തെ പ്രശ്നം ഈ പണമാണ് ഈ അക്കൗണ്ടിലുള്ളതെന്ന് ഒന്ന് കണ്ടെത്തിയാൽ അവിടെ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ED ആണല്ലോ, IT അല്ല. അനിൽകുമാർ മറുപടി. ഒന്ന്, നമ്മുടെ കേരളത്തിൽ കരുവന്നൂർ എന്ന് പറയുന്നൊരു ബാങ്കിൽ മാത്രമല്ല സാമ്പത്തിക ക്രമക്കേടുണ്ടായത്. BJP ഭരിക്കുന്നതും കോൺഗ്രസ് ഭരിക്കുന്നതുമായ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേടുണ്ടായി എന്ന് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ചാണ്, പിണറായി വിജയൻ്റെ പോലീസാണ്. അതനുസരിച്ച് 38 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ആ കുറ്റവാളികളെ ജയിലിലടച്ചു. ആരെയാണോ ജയിലിലടച്ചത്, ക്രമക്കേട് കാണിച്ചവർ, അവരെ കരുവന്നൂരിൽ മാപ്പുസാക്ഷിയാക്കി. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു മാപ്പുസാക്ഷി ഉണ്ടാക്കിയ പോലെ ആ മാപ്പുസാക്ഷിയുടെ നിന്നും 59.5 കോടി രൂപ വാങ്ങിച്ച്, ഇവിടെ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിലടയ്ക്കാൻ വേണ്ടി ഒരു മാപ്പുസാക്ഷി, ആ മാപ്പുസാക്ഷിയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ടായി വാങ്ങിച്ച് ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത് 59.5 കോടി. അങ്ങനെ ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്ന 59.5 കോടി മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഈ 10 കൊല്ലക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ, ആ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത് എത്ര കോടിയാണ്? അതിവിടുത്തെ പാവങ്ങളുടെ പണമല്ലേ? 410 കിടന്ന ഗ്യാസ് കുറ്റിയുടെ വില 1200 കോടി 1200 ആക്കിയിട്ട് ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നിട്ട് ആ പണം കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഗ്യാസ് മുതലാളിമാരുടെ നിന്നും ഇവന്മാർ വാങ്ങിച്ചെടുത്തില്ലേ? ഇവന്മാർ മാന്യതയുള്ളവരാണോ? ഇവിടുത്തെ പെട്രോളിയം വില 110 രൂപ വില കയറ്റി ഏറ്റവും കൂടുതൽ കൊള്ള ചെയ്തിട്ട് പെട്രോളിയം കമ്പനികളെ സഹായിച്ചിട്ട് ആ കമ്പനികളിൽ നിന്നും എത്ര കോടി രൂപയാണ് ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത്? ഇനി ഇവന്മാരുടെ കട്ടുമുടിക്കലിനെ കുറിച്ച് വേറെ കഥ പറയാം. ഒരു സ്ഥാപനത്തിനകത്ത്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനകത്ത് 10 കോടി രൂപ ലാഭം, അവരെ ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി കൊടുത്ത എത്രയാണെന്നറിയാമോ? 300 കോടി രൂപ. 10 കോടി ലാഭമുള്ള കമ്പനി 300 കോടി രൂപ ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്താൽ ഇവന്മാരുടെ ED എന്നാ ചെയ്യും? ഇവന്മാരുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാ ചെയ്യും?
ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി ഇവിടെ വേട്ടപ്പട്ടികളെ പോലെ കുരയ്ക്കാൻ നടക്കുകയും കടിക്കാൻ നടക്കുകയും ചെയ്യുന്ന സംവിധാനമാണോ ഇ ഡി? ശാൽകുമാർ, വിഷയത്തിലേക്ക് വരാമോ? ഇവന്മാർക്ക് കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി ഇവിടുത്തെ ഇൻകം ടാക്സ് റെയ്ഡുകൾ എത്ര സ്ഥാപനത്തിൽ കിടന്നു? ഞാൻ പറയട്ടെ, അങ്ങോട്ട് പിടിച്ചോ. ഇവന്മാർക്ക് കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി ഇൻകം ടാക്സ് റെയ്ഡുകൾ എത്ര സ്ഥാപനത്തിൽ കിടന്നു? 4449 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് നേടിയെടുത്തത് ഇവന്മാർക്ക് കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇ ഡി നടത്തിയ റെയ്ഡിലൂടെയാണ്. സാന്തിയോഗോ മാർട്ടിൻ ഉൾപ്പെടെ എത്രയോ സ്ഥാപനങ്ങൾ. ഇവന്മാർക്ക് കട്ടുപിടിച്ച് തിന്നാൻ അദാനിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട്. ഏത് സ്ഥാപനമാണ്? ക്വിക്ക് സപ്ലൈ ചെയിൻ. അവർക്ക് എത്രയാ ലാഭം? ഇവന്മാർക്ക് കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി ക്വിക്ക് സപ്ലൈ ചെയിൻ എത്ര കോടിയാണ് കൊടുത്തത്? അങ്ങനെ ഇന്ത്യ മുഴുവൻ കട്ടുപിടിച്ച് നിന്ന് ഇവര് ഇനി ഗുജറാത്തിലേക്ക് പോയാൽ എത്ര സഹകരണ ബാങ്കാണ് ഇവന്മാർ കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗുജറാത്തിലെ എത്ര ബാങ്കുകളുടെ ലൈസൻസ് എടുത്ത് കളഞ്ഞു? ഇവന്മാർ കട്ടുപിടിച്ചതല്ലേ? അപ്പൊ ഈ കട്ടുപിടിച്ച കഥ പറയുന്ന മാന്യനോട് ഞാൻ പറയുകയാണ്, അന്തസ്സുള്ള വാചകങ്ങൾ പറയണം. വിഷയത്തിലേക്ക് വന്നാൽ തൃശ്ശൂർ കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി കൊണ്ടുവന്ന കൊടകരയുടെ കുഴൽപ്പണക്കേസ് എവിടെ? തൃശ്ശൂർ ഇവന്മാർ കട്ടുപിടിച്ച് തിന്നാൻ കൊണ്ടുകിടന്നതിലെ പിടിച്ചു പറിച്ചതല്ലേ കൊടകര? ഞാൻ പറയട്ടെ, എന്റെ പൊന്നെ, ഇവന്മാര് കട്ടുപിടിച്ച് തിന്നുക മാത്രമല്ല, തിന്നുന്നതിന് വേണ്ടി പിടിച്ചു പറിച്ചില്ലേ കൊടകര കുഴൽപ്പണം. അത് ചർച്ചയിൽ പറയാവുന്ന മര്യാദയുള്ള വാക്കാണെന്ന് എനിക്കറിയില്ല. അത് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു. കേൾക്കുമ്പോൾ ഒരു ദുസ്വാദ് ബാട്ടേസ്റ്റ് അതുകൊണ്ടാണ്. അല്ല, ഇവന്മാർ അതെ ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്ന വാചകമാണ്. ആര് പറയുന്നു? സന്ദീപ് വാര്യരുടെ വാചകമാണ്. ഇവന്മാര് കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നു. 4 ലക്ഷം രൂപ അവിടെ കള്ളപ്പണം പിടിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ആവർത്തിക്കല്ല, അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്. ഇതല്ല അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. ഞാൻ പറയുന്ന ഒരു ചർച്ചയ്ക്കകത്ത് വന്നിട്ട് അന്തസ്സായി വർത്താനം പറയുന്നതിന് പകരം ഇത്തരം വാചകങ്ങൾ പറയുക. ഇവന്മാർ കൊണ്ടുപോയി കട്ടുപിടിച്ച് തിന്നു. കട്ടുപിടിച്ച് തിന്നുമ്പോഴും മോദിയാ, കട്ടുപിടിച്ച് തിന്നുമ്പോഴും BJP സർക്കാരാ. ആ കളവും മോഷണവും തൊണ്ട് സഹിതം സുപ്രീം കോടതി പിടിച്ച് ഇവർക്ക് ഉടുവസ്ത്രം പോലും ഇല്ലാതെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. കൈ രണ്ടും വരിഞ്ഞു കെട്ടി, നരേന്ദ്രമോദിയുടെ കൈ രണ്ടും വരിഞ്ഞു കെട്ടി, നിർമ്മല സീതാരാമന്റെ കൈ രണ്ടും വരിഞ്ഞു കെട്ടി ഇവിടെ ഉടുതുണ്ട് നഷ്ടപ്പെട്ട രീതിയിൽ നിലക്ക് നിർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. അപ്പോഴാണ് ഒരു ED വന്നിട്ട് ഇങ്ങോട്ട് വന്ന് CPM-ന് ഏതാണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞല്ലോ ഹാഷ്മിയോടും, അത് ചെയ്യാൻ നടക്കുന്നത്. ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ ഒരു വാക്ക് പറഞ്ഞല്ലോ, അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ED-യോട് പറയുകയാണ്, ED എന്ന് പറയുന്ന കൊള്ളസംഘത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊള്ള സംഘത്തോട് പറയുകയാണ്, ഒരു ചുക്കും ചെയ്യാനില്ല. നരേന്ദ്രമോദി എല്ലാ 1000 മോദിമാർ വന്നാലും ഇനി അധികാലം ആയുസില്ലല്ലോ നിങ്ങളുടെ സർക്കാരിന്. ഈ ജൂലൈ മാസം 4-ാം തീയതി തീരുമല്ലോ നരേന്ദ്രമോദിയുടെ വെടി തീരുമല്ലോ സർക്കാരിൻ്റെ. ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്ക് കൊടുത്ത പാർട്ടിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കരുവന്നൂരിന്ന് സന്ദീപ് പറയുന്നു, എനിക്കറിയില്ല കരുവന്നൂരാണോ കാരണം, എനിക്കറിയാത്തതിന് കാരണം എന്താണ്? ആദായ നികുതി വകുപ്പ് അതിൽ കൊടുക്കുന്ന നോട്ടീസ് പ്രകാരം ഈ പറയുന്ന എന്താണ് KYC പ്രശ്നമാണ്, ഈ പറയുന്ന സാങ്കേതിക പ്രശ്നമുണ്ടല്ലോ. ശ്യാൽകുമാർ, CPM-ന് ഉറപ്പുണ്ടോ തൃശ്ശൂരിന്റെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ മണ്ഡലമാണ്. സുരേഷ് ഗോപി അടക്കം മത്സരിക്കുന്ന, K മുരളീധരൻ മത്സരിക്കുന്ന, സുൽകുമാർ മത്സരിക്കുന്ന, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, കട്ടയ്ക്ക് മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പ്രചരണത്തിന് പണം വേണം. ആ പണം വിലക്കിയ നടപടി നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാങ്കേതിക പിഴവ് കൊണ്ടല്ല എന്ന് ഉറപ്പുണ്ടോ ശ്യാൽകുമാർ? ഒരു കാര്യം വ്യക്തത വരുത്തി പറയാം. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPM-ന് അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൽ കൃത്യമായിട്ടും കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള പണമാണ്. അതൊരു തരത്തിലും ഒരു തെറ്റായ പണവും വന്നിട്ടില്ല. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസ് തരണ്ടേ? ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തെറ്റായൊരു പണം വന്നാൽ CPM നോട്ടീസ് തരണം. ഈ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് CPM-ന്റെ കണക്ക് കൊടുത്ത ആദ്യമാണോ? എത്രയോ കൊല്ലമായി. ഇപ്പം തന്നെ ഇവിടെ പറയുന്നത് കേട്ട് എത്രയോ കൊല്ലമായിട്ട് അവിടെ അക്കൗണ്ടുണ്ട്. 98 മുതൽ ആ അക്കൗണ്ടിൽ കാലാകാലങ്ങളായി മാറി മാറി വിടുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ മാനേജ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് KYC ഇല്ലാത്തതാണോ? ഏത് ബാങ്കിലെ KYC ഇല്ലാത്തത്? KYC ഇല്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇപ്പോൾ ബിസിനസ് നടക്കുമോ? പാൻ കാർഡ് ഇല്ലാതെ ബിസിനസ് നടക്കുമോ? ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ പാൻ കാർഡ് ഇല്ലാതെ ബിസിനസ് നടക്കുമോ? അങ്ങനെയാണ് ബാങ്ക് കാണുമോ? ബാങ്ക് ഓഫ് ഇന്ത്യ പാൻ കാർഡ് ഇല്ലാതെയാണോ അക്കൗണ്ട് നടത്തിയിരിക്കുന്നത്? ഹാഷ്മിക്കൻ്റെ നമ്മുടെ നാട്ടിൽ സാമാന്യബോധമുള്ളവരല്ലേ നമ്മൾ. അപ്പോൾ പാൻ കാർഡ് വഴിയുണ്ട്. കൃത്യമായിട്ട് പാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇവർ മാപ്പസാക്ഷിയാക്കിയിട്ടുള്ള യഥാർത്ഥ കുറ്റവാളികൾ
ആ യഥാർത്ഥ കുറ്റവാളികൾ CPM-നെ ലക്ഷ്യമിടുന്നു. അപ്പൊ CPM-നെ ലക്ഷ്യമിടുന്നവർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ശരി, ഞാൻ താൽക്കുമാർ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. നിലവിൽ നമുക്കത് കരുവന്നൂരുമായി ലിങ്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതിന് കാരണം നിലവിൽ നമ്മുടെ മുന്നിൽ ഈ കരുവന്നൂരും മാപ്പുസാക്ഷിയുടെ ഈ കരുവന്നൂരും ഈ പറയുന്ന IT മരപ്പും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവും രേഖാമൂലം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ടാണ് ലിങ്ക്. ഞാൻ എത്താം ശ്രീകുമാർ. ശ്രീ രാജു P. നായർ, ഇവിടെ ഈ ഞുണുക്ക് സാങ്കേതിക വിദ്യ പറയാൻ അറിയാത്തവരല്ല EDയും ITയും ഒന്നും. അതിൻ്റെ രക്തസാക്ഷികൾ നിങ്ങളാണ്. എന്താണ് സീതാറാം കേസിയുടെ കാലത്ത് ഏതോ കാലത്തുണ്ടായ ക്രമക്കേടടക്കം നിങ്ങൾ കടിച്ചു തന്ന കോടികളുടെ സഹസ്ര കോടികളുടെ എണ്ണം പല മടങ്ങാണ്. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും ട്രെയിൻ ടിക്കറ്റ് പോലും എടുക്കാനില്ലാത്തവരാണ്. അപ്പോൾ നിങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന KYC എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രധാന മത്സരം നടക്കുന്ന മണ്ഡലത്തിലെ ഒരു പ്രധാന പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കലിനെ എതിർക്കാനല്ലേ നിങ്ങൾക്കും പറ്റൂ രാജു? അതല്ലാതെ കരുവന്നൂർ എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? അല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ EDയെയും ITയെയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ മുഴുവൻ BJP അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കരുവന്നൂർ ഒരു കേസുണ്ട്. ആ കരുവന്നൂരിലെ കേസിലെ മെറിറ്റ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ മെറിറ്റ് കണ്ടുപിടിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് തന്നെയാണ്. സഹകരണ വകുപ്പാണ് ആ മെറിറ്റ് കണ്ടുപിടിച്ചത്. 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് CPM കൂടി അംഗീകരിച്ചാണ്. അപ്പൊ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നൊരു കേസ് ED അന്വേഷണം ഏറ്റെടുത്ത് അത് അന്വേഷണം കൃത്യമായിട്ട് നടത്തി മുന്നോട്ട് പോവേണ്ട ED അത് തട്ടിപ്പ് കണ്ടുപിടിക്കുകയോ അതിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ അല്ല, മറിച്ച് അത് CPM-നെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഈ അന്വേഷണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പൊ AC മൊയ്തീനെ ചോദ്യം ചെയ്തു. AC മൊയ്തീനെ ചോദ്യം ചെയ്തതിനു ശേഷം ആ അന്വേഷണം അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ MK കണ്ണനെ ചോദ്യം ചെയ്തു. അരവിന്ദാക്ഷൻ ഇതിനകത്തുള്ള എല്ലാ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എവിടെ എത്തി ആ അന്വേഷണം? ED ഈ അന്വേഷണം കൃത്യമായി നടത്തി, അന്വേഷണത്തെ സമയബന്ധിതമായി നടത്തി. AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുകയോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയോ ചെയ്തതെങ്കിൽ ഇന്ന് ഉയർത്തുന്ന ചോദ്യം ഉയർത്തേണ്ടി വരുമോ? ഇല്ല. പകരം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഈ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ED വ്യക്തമായിട്ട് ഇൻകം ടാക്സ് പറയുന്നില്ല. ഇവിടെ ഏറ്റവും പ്രശ്നം ഇതാണ്. എന്തിനാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്, എന്തിനാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം IT ഡിപ്പാർട്ട്മെന്റ് പറയണം. ആ IT ഡിപ്പാർട്ട്മെന്റ് അത് പറയുന്നില്ല. ഇവിടെ ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിയമപരമായിട്ടുള്ളതാണ്, നമുക്കറിയാം. ഇനി എവിടെയെങ്കിലും റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരമാവധി ഈടാക്കാവുന്ന പിഴ 10,000 രൂപയാണ്. ആ സമയത്താണ് കോൺഗ്രസിന്റെ 210 കോടി രൂപയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യുന്നത്. ഈ IT ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ തൃശ്ശൂരിലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത് കരുവന്നൂരിൽ നിന്ന് പണം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ നിഗമനത്തിലാണോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കൃത്യമായിട്ട് പറയാനോ അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ BJP ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം ശ്രമിക്കുന്നില്ല. അല്ല ശ്രീ രാജു P. നായർ, ഞാൻ പിന്നെ ആവർത്തിക്കുന്നു, ഇപ്പൊ ഇനി ആ പണമാണ്, ആ പണത്തിന്റെ മണി ട്രെയിലാണ് ബാക്കിയെങ്കിൽ EDക്ക് അത് പിടിച്ചെടുക്കാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല, അനുവാദം ആവശ്യമില്ല, പിടിച്ചെടുക്കാം. അത് ED ചെയ്യുന്നതിൽ ഒന്ന്. രണ്ടാമത്, കഴിഞ്ഞ ആഴ്ചയാണ് അലി സാബ്രി എന്ന് പറയുന്ന ഹർജിക്കാരന്റെ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചു EDയോട് നിങ്ങൾ എന്തെടുക്കാണ് എന്ന് EDയോട് കോടതി ചോദിച്ചതാണ്. അപ്പൊ ആദ്യഘട്ട കുറ്റവാളിയെ സംബന്ധിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പാമ്പിഴയുന്നത് പോലെ അന്വേഷണം ഇഴയിലാണ് അവിടെ. രാജു P. നായർ, ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് അവിടുത്തെ നിക്ഷേപകരുടെയും അവിടെ ആത്മഹത്യ ചെയ്തവരുടെയും എല്ലാം പറഞ്ഞല്ലോ. അത് വൈകാരികം തന്നെയാണ്, അതിലത്തെ ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള കാരണങ്ങളാണ്. പക്ഷെ ഈ കേന്ദ്ര സർക്കാരിനോ അന്വേഷണ ഏജൻസിക്കോ ആ പറയുന്ന അതിന്റെ മെറിറ്റിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് അന്വേഷണം പൂർത്തിയാക്കുകയും അല്ലെങ്കിൽ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയും അതിനാവശ്യമായ നടപടികളുമല്ല എടുക്കേണ്ടത്. ആ നടപടികൾ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് AC മൊയ്തീനിലെ അന്വേഷണം അവിടെ നിലച്ചു? സന്ദീപ് വാര്യർ പറയണം. AC മൊയ്തീനെ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് എന്തുകൊണ്ട് അത് തുടർ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ നടപടിയോ ഉണ്ടായില്ല? MK കണ്ണൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അരവിന്ദാക്ഷൻ പറഞ്ഞിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ലിങ്ക് പുറത്തു വന്നല്ലോ, മൊഴികൾ ഉൾപ്പെടെ പുറത്തു വന്നല്ലോ. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അരവിന്ദാക്ഷനും അല്ലെങ്കിൽ MK കണ്ണനും MC മൊയ്തീനും ഉൾപ്പെടുന്ന ഒരു കൂട്ട് തട്ടിപ്പ് സംഘമാണ് ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ പോലെ തന്നെ തലകീഴിൽ മറിച്ച ഏറ്റവും എന്താ പറയുക ഒരു മനുഷ്യത്വമില്ലാത്ത കൊള്ള നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വ്യക്തമായിട്ടുണ്ട്. CPM-ന് അതിനകത്ത് 100% ഒഴിയാൻ കഴിയാത്ത പങ്കുണ്ട്, വ്യക്തമായിട്ടുണ്ട്. തൃശ്ശൂരിലെ നേതൃത്വം അറിഞ്ഞുകൊണ്ട്, കേരളത്തിലെ CPM-ന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന പകൽ കൊള്ളയാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പകൽ കൊള്ളയാ
ഇല്ല, ഇത് രണ്ട് വഴിക്ക് പോവാണ് സർ. ഇ.ഡി. അന്വേഷണം അവിടെ നടക്കുന്നു. ഇപ്പോൾ എന്താണ്, കൂടുതൽ നേതാക്കൾ നോട്ടീസ് അയക്കുന്നു, വിളിച്ചു വരുന്നു, ചോദ്യം ചെയ്യുന്നു. അത് ആ വഴിക്ക് നടക്കാണ്. ഈ ഐ ടി വകുപ്പിന്റെ ഈ മരവിപ്പിക്കൽ നടപടി പറയുന്നത് KYC ആണ് പറയുന്നത്. KYC സാങ്കേതികതയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം രാഷ്ട്രീയ വേട്ട അല്ല എന്ന് എങ്ങനെ പറയും രാജു? ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്വേഷണ ഏജൻസികളും BJPയും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്കല്ല ഇവരുടെ താല്പര്യം, അഴിമതി കണ്ടെത്തലല്ല ഇവരുടെ താല്പര്യം. പകരം പാർട്ടികളെയും സമ്മർദ്ദത്തിലാക്കുകയും അപ്പുറത്തും ഇപ്പുറത്തും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്ന് അറിയാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട CPM-നെ ഇത്തരത്തിലുള്ള കേസുകൾ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വോട്ട് കച്ചവടം നടത്താൻ കഴിയുമോ എന്ന് ED-യെ കൊണ്ട് BJP ശ്രമിക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണിത്. അതല്ലെങ്കിൽ കേന്ദ്രത്തിന് ഇവിടെ കോൺഗ്രസിനെതിരെ ചെയ്തത് എന്താ? കോൺഗ്രസിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കളഞ്ഞു. മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകൾ. CPM-ന്റെ ബാങ്ക് അക്കൗണ്ടുകളൊന്നും മരവിപ്പിച്ചില്ലല്ലോ. തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മാത്രം മരവിപ്പിക്കുന്നത്? അല്ല, അവിടെയും 15 കോടി CPM-ന് അടിച്ചു കൊടുത്തു. പാവം CPI-ക്ക് 11 കോടി അടിച്ചു കൊടുത്തു. TMC-ക്ക് അടിച്ചു. TMC-ക്ക് 7 മണിക്കൂറിൽ 11 നോട്ടീസ്. 7 മണിക്കൂറിൽ കിട്ടിയത് 11 നോട്ടീസ് TMC-ക്ക്. അതെ 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 ഹാഷ്മി, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ അക്കൗണ്ട് മാത്രം മരവിപ്പിക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് BJP-യുടെ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തൃശ്ശൂരിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ CPM-നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ED-യെ ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയമാണെന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത്? അല്ലെങ്കിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടക്കണം. ഇവിടെ മാത്രമല്ലല്ലോ, കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം ആരോപണങ്ങൾ നിലനിന്നവർ BJP-യിലേക്ക് പോയല്ലോ. സന്ദീപ് വളരെ വൈകാരികമായിട്ട് അഴിമതിക്കെതിരെ പറയുന്നുണ്ടല്ലോ. സന്ദീപ് 2016 ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കേസെടുത്തതാ. അത് 2016 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം BJP-യിലേക്ക് വന്നു. അതിനുശേഷം ഒരു നടപടി ഉണ്ടായത് സന്ദീപ് വാര്യർക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഒരൊറ്റ നടപടി. അജിത് പവാറിനെതിരെയുള്ള കേസ് എന്തായി? ശരി, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ഒരു ഹിമന്തയും അജിത്തൊന്നുമല്ല, 25 പ്രധാനപ്പെട്ട നേതാക്കൾ, രാജു പി നായർ, 25 പ്രധാനപ്പെട്ട നേതാക്കൾ വിവിധ പാർട്ടികളിൽ ED-യുടെ CBI-യുടെ അന്വേഷണം നേടുന്ന നേതാക്കൾ BJP-യിലേക്ക് വന്ന് പരിശുദ്ധ അന്വേഷണം സ്വാഹായ കണക്കൊക്കെ എക്സ്പ്രസ് പത്രത്തിലൊക്കെ വരുന്നുണ്ട്. ഞാൻ അയച്ചു തരാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം, നമ്മുടെ വിഷയം ഞാൻ അങ്ങനെയൊക്കെ എത്താം. രാജു, സന്ദീപ് വാര്യർ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ മറുപടി പറഞ്ഞോളൂ. ഞാനെത്താം രാജു. അതോടൊപ്പം താങ്കൾ ചോദിച്ചിട്ട് എന്താണ് തെളിവെന്ന്. ഇവിടെ to the Chief Election Commissioner Nirvajan Sadan, Ashok Road, New Delhi. Donation list of BJP above ₹20,000 for the year ending 1/4/2022-2023. അതിൽ ഒഴിഞ്ഞു കിടക്കുന്ന 1, 2, 3, 4, 5, 6, 7, 8 ഒരു 10-20 കോളങ്ങൾ ഞാൻ ഒറ്റ വർഷത്തിൽ ഞാൻ അയച്ചു തരാം. എല്ലാ വർഷവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, തെളിവാണെങ്കിൽ അത്. രണ്ടാമത്തെ കാര്യം, സന്ദീപ് നേരത്തെ ശാൽകുമാർ പറഞ്ഞതിന് മറുപടി. അതുകൊണ്ട് തെളിവില്ല, നമ്മളൊന്നും പറഞ്ഞില്ലെന്ന് പറയല്ലേ? CPM-ന്റെ ഒരൊറ്റ അക്കൗണ്ടിൽ നടത്തിയ എന്തോ ഒരു പാൻ വിഷയത്തിനാണ് 15 കോടി അടിച്ചു കൊടുത്തത്, ഒറ്റ അക്കൗണ്ടിൽ. അഷ്മി, ഞാൻ അതിലേക്ക് മുഴുവനായിട്ട് കടത്താം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇവിടെ അനിൽ ഭാഷാശുദ്ധിയെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ മറ്റ് ചാനലിൽ നടന്ന കാര്യമൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തായാലും അനിലിൻ്റെ കയ്യിൽ നിന്ന് ഭാഷയുടെ ട്യൂഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് തീർച്ചയായും വൈകാരികമായി പറയേണ്ടി വരും. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ്, ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസിൽ 10,000-കണക്കിന് മനുഷ്യരുടെ ചോരയും നീരുമാക്കിയ പണം ഇവർ കൊണ്ടുപോയി ടൂറിസം പദ്ധതിയിൽ നിക്ഷേപിക്കുക, സ്വന്തക്കാർക്ക് ക്രമരഹിതമായി നിയമവിരുദ്ധമായി വായ്പ കൊടുക്കുക, ആ വായ്പ കൊടുക്കാൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന തലത്തിലെയും ജില്ലാ തലത്തിലെയും സീനിയർ നേതാക്കന്മാർ ഇടപെടുക. അത്തരത്തിൽ പൂർണ്ണമായും ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിണറായി വിജയനും CPM-ന്റെ നേതാക്കന്മാർക്കും വലിയ പരിഭ്രാന്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കോഴിക്കോട്ടേക്കോ കണ്ണൂരിലേക്കോ പോകുന്ന വഴിക്ക് പിണറായി വിജയൻ ഓടിപ്പിടിച്ച് എന്തിനാണ് CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇറങ്ങിയത്? നല്ല ഭയമുണ്ട്. കാരണം ഇപ്പോൾ മടിയിൽ കനമുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ അറിയാം. 1. 2, ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. CPM-ന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2019-20 നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമരമുണ്ട് കേരളത്തിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിനെതിരെ
മുത്തൂറ്റ് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ അവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് CITU നടത്തിയ സമരം, ആ സമരം കേരളത്തിലെ എല്ലാ മുത്തൂറ്റ് ശാഖകൾക്കെതിരെയും സമരം ഉണ്ടായി. അത് പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ സമരം ഉണ്ടായി. അവസാനം ആ സമരം എങ്ങനെ ഒത്തുതീർപ്പായി എന്നുള്ളത് ഇപ്പൊ CPM-ന്റെ അക്കാലത്തെ ഫണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെ CPM-ന് കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതേ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ഇവിടെ ഫണ്ട് വാങ്ങിയിരിക്കുകയാണ്. ഇനി ഇവർ ആരോപണ വിധേയരാക്കിയിട്ടുള്ള മേഘ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്ന് CPM ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് വാങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം CPM വാങ്ങിയിട്ടാണ് ഈ കൂടുതൽ ചാരിത്ര പ്രസംഗം നടത്തുന്നവരാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പോയി വീഴുന്നത്. വലിയ ചാരിത്ര പ്രസംഗമാണല്ലോ. നിങ്ങളൊക്കെ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന്, ഇവർ പ്രകടനപത്രികയിൽ എന്താ പറയുന്നത്? കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് വാങ്ങുന്നത് അവസാനിപ്പിക്കും. ഡോക്ടർ റെഡ്ഡീസ് പിന്നെന്താ? ഡോക്ടർ റെഡ്ഡീസ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേറ്റ് കമ്പനിയല്ലേ? അവരും നിങ്ങൾ പണം വാങ്ങിയിട്ടില്ലേ? മുത്തൂറ്റ് കോർപ്പറേറ്റ് അല്ലേ? അവരും നിങ്ങൾ പണം വാങ്ങുന്നില്ലേ? ഏത് കോർപ്പറേറ്റിനാണ് നിങ്ങൾ പണം വാങ്ങാത്തുള്ളത്? എന്നിട്ട് ഒരു വശത്ത് കൂടി കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങുക, അവരുടെ സ്ഥാപനങ്ങൾ CITU-വിനെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക, മറുവശത്ത് നേതാക്കന്മാർ പോയിട്ട് പണം വാങ്ങുക, ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പൊ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം കൂടി പറയട്ടെ. ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം എന്താ? ഇന്നിപ്പോ നിങ്ങൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിലെ ഒരു ദേശസാൽകൃത ബാങ്കിൽ CPM-ന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ടാവുന്നതിൽ ഒരു വിരോധവുമില്ല. ആ അക്കൗണ്ടിലെ പണം ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടിൽ പണം വരും, ആ പണം ഉപയോഗിക്കാം. ഇതിലൊന്നും ആർക്കും തർക്കമില്ല. പ്രശ്നം എവിടെയാ വരുന്നത്? നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ സംബന്ധിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് റിട്ടേണിൽ അത് റിഫ്ലക്ട് ചെയ്യണം. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന കണക്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റിഫ്ലക്ട് ചെയ്യണം. ഇത് റിഫ്ലക്ട് ചെയ്യാത്താണ് പ്രശ്നം. നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് കരുവന്നൂരെ കള്ളപ്പണ പാർക്കിംഗ് ആണെന്ന് വിട്ടോ? സാങ്കേതികത്തിലോട്ട് വന്നോ? ഇത് എക്സാക്ട് ഞാനിതാ പറഞ്ഞ തുടക്കം മുതലേ. അഷ്മി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ അക്കൗണ്ടിലെ പണം എവിടുന്നാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും സംശയം തുടരുകയാണ്. അത് കരുവന്നൂരിലെ പണമല്ല എന്ന് ഹാഷ്മിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഹാഷ്മി മൊഴി കൊടുക്ക്. ഹാഷ്മി ചാനൽ ഇരുന്ന് പറയാതെ പോയി മൊഴി കൊടുക്ക്. കരുവന്നൂരിലെ പണമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ചെടുക്കണം ഞാൻ പറയുന്നത്. എന്ന് 24 ചാനലും ഹാഷ്മിക്ക് ഉറപ്പുണ്ടെങ്കിൽ കരുവന്നൂരിലെ പണമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ചെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച കോടതി ED-യോട് ചോദിക്കലാണ്, നിങ്ങൾ എന്തുവാ സാറുമാരെ ചെയ്യുന്നേ എന്ന് ദേവൻ രാമേന്ദ്രൻ ചോദിക്കുകയാണ് ED-യോട്. തെളിവ് കൊടുക്ക്. നിങ്ങൾ എന്തുവാ ചെയ്യുന്ന അന്വേഷണം എന്ന മട്ടിൽ നിങ്ങൾ വർഷം ഒന്നായല്ലോ, എന്തുവാ ചെയ്യുന്നേ എന്ന് ED-യോട് ദേവൻ രാമേന്ദ്രൻ ചോദിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്ന് എന്റെ ഉറപ്പിനെ പറ്റി ചോദിക്കുകയാണോ സന്ദീപ്? എന്താണ് ആഷ്മി ഞാൻ എന്ന് പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പറയുന്ന മണ്ടത്തരം ഞാൻ ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് മറ്റൊന്നിലേക്ക് ചാടിക്കടിക്കരുത്. ആട് പച്ചല തിന്നുന്നതുമായി ഒരിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കടിക്കരുത്. നിങ്ങൾ ചോദിച്ച കാര്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. കരിവന്നൂരിലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബാങ്ക് അക്കൗണ്ടിലെ കരുവന്നൂരിൽ വന്നല്ലോ CPM-ന്റെ പുറത്തു പറയാത്ത രഹസ്യ അക്കൗണ്ടുകൾ കരുവന്നൂരിലെ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ അക്കൗണ്ടുകൾ പുറത്തു വരുന്നത്. അത് അന്വേഷിക്കണ്ടേ? ഈ പണം എങ്ങനെ വരുന്നു എന്ന് അന്വേഷിക്കണ്ടേ? സ്വാഭാവികമായിട്ടും രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയുടെ മുന്നിലേക്ക് ഇത്തരം തെളിവുകൾ വരുന്ന സമയത്ത് അതൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്ന് ഏത് പൊന്നു തമ്പുരാൻ ചാനൽ റൂമിലിരുന്ന് കൽപ്പിച്ചാലും അത് കേൾക്കാൻ സൗകര്യം ഉണ്ടാവില്ല മിസ്റ്റർ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക്. മനസ്സിലായോ? ഒരു സൗകര്യമില്ല നിങ്ങൾ പറയുന്നത് കേൾക്കാൻ. സൗകര്യം ഉണ്ടാവണം ഞാൻ പറയുന്നേ. ഞങ്ങളുടെ താല്പര്യം സന്ദീപ്, ഞാൻ പിന്നെയും പറയുന്നു, അത് കരുവന്നൂരെ പാവങ്ങളുടെ പിടിച്ചുപറിച്ച പണമാണ് അക്കൗണ്ടിലെങ്കിൽ ED അത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണം. അല്ലാതെ IT കണ്ണിപ്പൊടിയിടല്ല വേണ്ടത്, അല്ലാതെ കോടതിയിൽ പോയി ED വിയർക്കലല്ല വേണ്ടത്. രണ്ടും കൂടെ പറയല്ലേ? രണ്ട് വള്ളത്തിൽ കാലുകുത്തല്ലേ? ED കഴിഞ്ഞ് 1 വർഷമായി ചുക്കും ചെയ്തിട്ടില്ലെന്നാണ് അതിന്റെ സാക്ഷ്യം. ഒന്നാം കറ്റ കുറ്റപത്രം കഴിഞ്ഞപ്പോ ഹാഷ്മി ഇതാണ് പറഞ്ഞത്. ഹാഷ്മിക്ക് ആടിന്റെ സ്വഭാവമാണ്. നാട്ടിൻപുറത്ത് ആട് എങ്ങനെ ഒരു പച്ചല തിന്നും, അത് പൂർത്തിയാക്കാതെ അടുത്ത പച്ചലയിലേക്ക് ചാടി പിടിക്കും. കാരണം നിങ്ങൾക്ക് പറ്റാത്ത ആർഗ്യുമെന്റ് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. മിനിഞ്ഞാന്ന് രാത്രി റെയ്ഡ് നടന്ന് പുറത്തു വന്ന് ഒരു സെക്കൻഡ് ആദ്യം സന്ദീപ് പറഞ്ഞു കരുവന്നൂരാണെന്ന്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് ഈ പറഞ്ഞ KYC ആയി, സാങ്കേതികതയായി. ആടിനെ പോലെ കടിക്കുന്നത് സന്ദീപാണ്, ഞാനല്ല. ഇതെല്ലാം ഒന്നാണ് ആഷ്മി. ഇതെല്ലാം ഒന്നാണ്. നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഒന്നാണ്.
കരിവന്നൂരിലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. കരിവന്നൂർ ബാങ്കിൽ നിന്ന് CPM-ന്റെ രഹസ്യ അക്കൗണ്ടുകൾ പിടികൂടുന്നു. അവിടെ KYC പാലിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നു. അവിടെ കരിവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവാൻ സഹകരണ നിയമപ്രകാരം വേണ്ട മെമ്പർഷിപ്പ് ആ അക്കൗണ്ട് തുടങ്ങിയവർക്ക് ഇല്ല എന്ന് തെളിയുന്നു. അതിനെ തുടർന്ന് CPM-ന്റെ ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം സ്വാഭാവികമായിട്ട് ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്ത്, ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് ആ കൊലപാതകത്തിൽ അത് മാത്രമല്ല സ്വാഭാവികമായിട്ടും അവർ ചെയ്ത മറ്റു കുറ്റകൃത്യങ്ങളും ഏജൻസികൾ അന്വേഷിക്കും. അതിന്റെ മോട്ടീവിലേക്ക് അങ്ങനെ എത്താൻ സാധിക്കുകയുള്ളൂ. അവരെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് മറ്റു ബാങ്കുകളിലെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നു. മിനിഞ്ഞാന്ന് രാത്രി മാത്രം റെയ്ഡ് നടക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിവരം കിട്ടുന്നു. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യേണ്ടി വരുന്നു. ഈ അക്കൗണ്ട് ഇൻകം ടാക്സ് റിട്ടേണിലുണ്ടോ, ഈ അക്കൗണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഫിഡവിറ്റിലുണ്ടോ എന്ന് ഏജൻസിക്ക് പരിശോധിക്കേണ്ടി വരുന്നു. അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കടന്നു വരുന്നു. ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, ED എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കൽപ്പിക്കേണ്ട. അത് BJP കൽപ്പിച്ചോളും. ശരി, അത് BJP കൽപ്പിച്ചോളും. അടുത്ത ദിവസങ്ങൾ അത് BJP കൽപ്പിച്ചോളും എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അത് BJP കൽപ്പിച്ചോളും പ്രതിപക്ഷം പറഞ്ഞു. അത് കൽപ്പിച്ചോട്ടെ. ഒരു സെക്കൻഡ്, നിങ്ങൾ പറയുകയാണ്. നേരത്തെ നിങ്ങൾ മുത്തൂറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് ഇടപെടലേക്ക് പറയൂ. ആഷ്മി ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഇനി രാജു പി നായർ പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ കേരള ബാങ്ക് കൊണ്ടുവന്ന സമയത്ത്, കേരള ബാങ്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നു. RBIയുടെ നിയന്ത്രണത്തിലായിരുന്നു. അതിൽ ഭൂരിഭാഗവും UDF-ന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഈ ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സഹകരണ ബാങ്കുകളിലെ ചെക്സ് ആൻഡ് ബാലൻസ് പരിശോധിക്കാൻ ഒരു മിഡിൽ ലെയർ സിസ്റ്റം ഈ ജില്ലാ ബാങ്കിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ CPM-ന്റെ കൺട്രോളിലുള്ള ഒരു സഹകരണ ബാങ്ക് ചെയ്യുന്ന ക്രമക്കേട് ജില്ലാ ബാങ്കിലിരിക്കുന്ന UDF-കാർക്ക് അത് മനസ്സിലാകുമായിരുന്നു. ശരി, അല്ല നമുക്ക് സഹകരണ ബാങ്കിൽ സമയമാണെങ്കിൽ ഗുജറാത്തിലേക്ക് അഹമ്മദാബാദിലേക്ക് പോകേണ്ടി വരും. പോട്ടെ, അല്ല നമുക്കതിൽ വിശദാക്കുക സമയമില്ല. നമുക്കതിൽ വിശാലമായി പോകാനുള്ള സമയം ഈ അവസാന ഘട്ടത്തിലില്ല. കാര്യം അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഗുജറാത്തിലേക്ക് അഹമ്മദാബാദിലേക്കൊക്കെ പോകേണ്ടി വരില്ലേ? അവിടെ ഉണ്ടല്ലോ കോടികൾ മുടിച്ച സഹകരണ ബാങ്കുകൾ അവിടെയൊക്കെ ഉണ്ടല്ലോ. സന്ദീപ് ആഷ്മി, എനിക്ക് ഒറ്റ മിനിറ്റ് മതി. ഞാൻ ഇതാ പറയുന്നത് ആഷ്മി, ഇത് ശരിയല്ല. ഞാൻ ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ അത് പൂർത്തിയാക്കാൻ അനുവദിക്കുക. എന്തുകൊണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ള പിടിക്കപ്പെടാതെ പോകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആ മിഡിൽ ലെയർ സിസ്റ്റം LDF ഗവൺമെന്റ് ഇല്ലാതാക്കി. അവിടെ മുസ്ലിം ലീഗ് മാത്രമാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന് വേണ്ടി കുറച്ചെങ്കിലും ഒന്ന് പോരാടുന്നത്. കോൺഗ്രസ് കൊടുത്ത കേസിൽ പോലും ഇപ്പൊ അപ്പിയർ ചെയ്യുന്നില്ല. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ജില്ലാ ബാങ്ക് പിടിച്ചെടുത്തതിനെതിരായിട്ട് കൊടുത്ത കേസിൽ ഇപ്പൊ അപ്പിയർ ചെയ്യുന്നില്ല. രാജു പി നായർ മനസ്സിലാക്കണം. നമ്മുടെ വിഷയം സഹകരണ ബാങ്ക് അല്ല സന്ദീപ്. നമ്മുടെ വിഷയം സഹകരണ ബാങ്ക് അല്ല. കരുവന്നൂരും ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കലും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് സന്ദീപ് ആരോപിക്കുന്നതല്ലാതെ ഐറ്റിക്ക് എന്തൊരു ആരോപണമില്ല. ഉണ്ടെങ്കിൽ ഇതിനോട് പുറത്തു വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സഹകരണ ബാങ്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, വേണം ഇനിയും ചർച്ച ചെയ്യാം. ശാൽകുമാർ 98 മുതൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ആ ബാങ്ക് ഇക്കാലം അത്രയും ഈ പറഞ്ഞ KYC ഇല്ലാതെ പ്രവർത്തിച്ചൊന്ന് വിശ്വസിക്കാവതല്ല. പാൻ കാർഡ് ഇല്ലാതെ ഇപ്പോൾ CPM-ന്റെ രീതി ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ കാർഡിൽ എല്ലാ അക്കൗണ്ടിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ പാൻ കാർഡ് ഉണ്ടെങ്കിൽ, KYC കൃത്യമായി അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ, ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്തതാണെങ്കിൽ, ഇതൊക്കെ രേഖാപൂർവ്വം IT ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്താൻ അധിക സമയമില്ല. അല്ലെങ്കിൽ അധിക സമയം എടുക്കേണ്ടതില്ല. രേഖ ഹാജരാക്കിയാൽ മതി. മറ്റു ദുഷ്ടലാക്കില്ലെങ്കിൽ, കാര്യം കരുവന്നൂർ അല്ലെങ്കിൽ വിലക്കൊഴിവാക്കാനും വലിയ പ്രശ്നമില്ല. അനിൽകുമാർ, ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ തെറ്റായൊരു പണവും CPM കൈകാര്യം ചെയ്യാറില്ല. കള്ളപ്പണമൊക്കെ ശീലമാർക്കാണെന്നുള്ള കേരള സമൂഹത്തിന് ബോധ്യമുണ്ടല്ലോ. ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഈ പണം കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് അത് സുൽത്താൻ ബത്തേരിലൊരു കോഴക്കേസായിട്ട് മാറിയിട്ടുണ്ട്. മഞ്ചേശ്വരം കോഴക്കേസായിട്ട് മാറിയിട്ടുണ്ട്. ആ 2 കോഴക്കേസിലും ആരാ പ്രതി? കള്ളപ്പണം കൈകാര്യം ചെയ്തതിന് ശബ്ദരേഖ നമ്മുടെ മുമ്പിലുള്ള ഒരാൾ. ഇനി ആലപ്പുഴയിൽ ഇവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആളുടെ ശബ്ദവും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ പുണ്യപ്രവർത്തിക്കൊന്നുമല്ല, ആ ശബ്ദരേഖ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഈ ആളുകളാണ് നമ്മുടെ നാട്ടിൽ എത്ര തെറ്റായ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നത്. ഞങ്ങളുടെ പിള്ളേർ ഈ കോവിഡ് കാലത്ത് ആക്രി പെറുക്കി സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തപ്പോൾ 12.5 കോടി രൂപ കിട്ടി. DYFI 12.5 കോടി രൂപ ആക്രി പെറുക്കി സംസ്ഥാന സർക്കാരിന് അടച്ചു കൊടുത്തൊരു പ്രസ്ഥാനമായത്. ഞങ്ങളാണോ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നവർ? അപ്പോൾ ഇവിടെ ഞങ്ങളെ കിടന്നാക്രമിക്കാൻ കോൺഗ്രസും BJPയും കൊണ്ടൊരു കൂട്ടുകച്ചവടം നടത്തുക. എന്നിട്ട് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് എന്താണ്? ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കേജ്രിവാളിനെ അകത്താക്കി തന്നില്ലേ? യൂദാസ് ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത പോലെ കേജ്രിവാളിനെ ഒറ്റുകൊടുത്തു രാഹുൽ ഗാന്ധി. രാംലീല മൈതാനത്ത് പോയിട്ട് മുമ്പേ ചോദിച്ചു എന്തുകൊണ്ട് കേജ്രിവാളിനെ അകത്താക്കുന്നില്ലെന്നാ.
2 കൊല്ലം കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ് എന്തിനാണ് ഈ കെജ്രിവാളിനെ ഇപ്പോൾ ജയിലിൽ വെച്ചത്. ഇതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് AC മൊയ്തീൻ്റെ പേരിൽ ഏതാണ്ടുണ്ട്, ഒരു ചുക്കുമില്ലെന്നേ. AC മൊയ്തീൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത പണമല്ലാതെ വേറൊന്നുമില്ല. അത് കരുവന്നൂരിലും അല്ലല്ലോ. പിന്നെ CPM-ന് കരുവന്നൂരിൽ രഹസ്യ അക്കൗണ്ട് ഉണ്ടോ? ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ല. ഇവിടെ BJP നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതെന്നാണ് വന്ന വാർത്ത. പച്ചക്കള്ളം ED വരുന്ന പച്ചക്കള്ളത്തിൻ്റെ ഒരു തെളിവ് എന്താണെന്നറിയോ? അരവിന്ദാഷിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് വേറൊരാളുടെ പേരുള്ള നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ് കുറേ നാൾ നടന്നില്ലേ? അരവിന്ദാഷിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് വേറൊരാളുടെ പേര് നിക്ഷേപം ഉണ്ടെന്ന് നടന്നിട്ട് ED എവിടെ പോയി? ഏത് ബാങ്കിൽ? തൃശ്ശൂർ സഹകരണ ബാങ്കിൽ. ഏതാണ് ഈ കരുവന്നൂരുമായിട്ട് ബന്ധം? MK കണ്ണനെ ചോദ്യം ചെയ്യാൻ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് MK കണ്ണൻ്റെ പേര് പറഞ്ഞല്ലോ. ഇപ്പോൾ PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് എന്ത് ന്യായത്തിലാണ്? CPM-നകത്ത് സംഘടനാപരമായ നടപടിയെടുത്താൽ അത് കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ഉടനെ അവരെ അങ്ങ് ED ചോദ്യം ചെയ്യുകയാണ്, എന്നിട്ട് 6 മണിക്കൂർ അവിടെ പിടിച്ചിരുത്തുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമല്ലേ? ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ്സുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ചില നേതാക്കന്മാർ പൈസ വീട്ടിൽ കൊണ്ടുപോയെന്നും അല്ല കൊണ്ടുപോയില്ല അവിടെ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില സ്ഥലത്തുനിന്ന്. നമ്മുടെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കടലാസയിൽ ചെന്നിത്തല പറയുന്നുണ്ടല്ലോ ആ പണം ഞാൻ കൊണ്ടുപോയതാണ്. പക്ഷെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലില്ല കേട്ടോ. കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അക്കൗണ്ടിൽ ആ പൈസ ഇല്ല. CMR-ലെ കള്ളപ്പണം, ഉമ്മൻചാണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്ന പണവും അങ്ങപ്പറേ ചെന്നിത്തല കൊണ്ടുപോയി എന്ന് പറയുന്ന പണവും, ആ പരിപാടി ഇല്ലാത്തൊരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് CPM-ന് അക്കമുള്ളത്. ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുന്ന BJP-യോട് ചോദിക്കുന്ന ചോദ്യം, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPM-ന് നിയമാനുസരണമല്ലാത്ത എന്തിടപാടാണ് ഉള്ളത്? നിങ്ങൾ അതാദ്യം കൊണ്ട് പറ. മുതൽ അക്കൗണ്ട് ഉണ്ട്. പാർട്ടിയുടെ നേതാവ് സഖാവ് KK മാമുക്കുട്ടി, KYC പൂർവ്വമല്ലേ, അത് KK മാമുക്കുട്ടിയുടെ കാലത്തുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന KK മാമുക്കുട്ടി, അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം ഈ പാർട്ടി ഫണ്ടെന്ന് പറയുന്ന ഏറ്റവും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉണ്ടായിരുന്ന ഒരു ജില്ലാ കമ്മിറ്റിയാണ് മാമുക്കുട്ടിയുടെ കാലത്തെ അന്നത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി. ആ നിലയ്ക്കാണ് ആ പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ പാർട്ടി വലിയ പാർട്ടിയാണത്. ആ പാർട്ടിയുടെ അക്കൗണ്ട് 98 മുതൽ മാറി മാറി വരുന്ന സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലെന്താ KYC-യുടെ കുറവ്? ഇനി ഇപ്പോൾ KYC ഇല്ലാതെ ഏതെങ്കിലും ബാങ്ക് നടക്കുമോ? ഉണ്ടെങ്കിൽ അവരുടെ പേര് നടപടി എടുക്കുക. ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അവരല്ലേ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നത്. KYC ഇല്ലാതെ എന്താ ഔദാര്യം നമുക്ക് വേണ്ടത്? ഞങ്ങളുടെ ചോദ്യം ഇതാണ്. ആ ബാങ്കിൽ വന്ന് ഏത് പണമാണ് നിയമാനുസരണമല്ലാത്ത പണം? ബാങ്ക് ട്രാൻസ്ഫറിലല്ല, അല്ലാതെ ഡയറക്റ്റ് അടയ്ക്കാൻ കഴിയുന്ന 2 ലക്ഷമല്ലേ ഉള്ളൂ. അതിൻ്റെ മേലെ ഇവിടെ പണം വന്നിട്ടുണ്ടോ? ഉണ്ടേ അവർ പറഞ്ഞു തരിക. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിനകത്ത് CPM-നെ വേട്ടയാടാൻ വേണ്ടി ഈ BJP-ക്കാർ ഈ പണി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുകയാണ് അയ്യോ ഇത് അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിലുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യോട് പറയുകയാണ് നിങ്ങൾ കേരളത്തിൽ ഒരു സീറ്റിലും 2ാം സ്ഥാനത്ത് പോലും വരില്ല. ഇങ്ങനൊരു മുഖ്യമന്ത്രി പറയുന്നു. പക്ഷെ ഇങ്ങനെ പറയാൻ പ്രതിപക്ഷ നേതാവില്ല കേട്ടോ. ഇങ്ങനെ പറയുന്ന മുഖ്യമന്ത്രിയെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നു ഇവിടുത്തെ UDF. അതാണ് തന്ത്രം. ഞാൻ ഒരു വാക്കൂടെ പറയാം ഹാഷ്മി. ഞങ്ങളുടെ തൻ്റെ ഇടം ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. എനിക്കിനി ചർച്ചയിൽ നിന്ന് പോകണം, ഞാൻ ഇറങ്ങുക. ഞങ്ങളുടെ ഒരു തൻ്റെ ഇടം ഞാൻ പറഞ്ഞേക്കാം. തോമസ് ഐസക്കിൻ്റെ പേരിൽ എത്ര കൊല്ലമായി ED നോട്ടീസ് അയച്ചിട്ട്? 2 കൊല്ലം. കിബിയിൽ നിന്ന് തന്നെ കണ്ടെത്തിയത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു. തെറ്റായ എന്ത് കാര്യമാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന നിയമപരമല്ല. എന്താണ് ED നടത്തിയത്? കിബി നടത്തിയത്. കിബിയുടെ മുഴുവൻ പൈസയും ഓൺലൈനാണ്. കിബിയുടെ മുഴുവൻ ട്രാൻസാക്ഷനും ഓൺലൈനാണ്. ഓൺലൈനിലല്ലാത്തൊരു ട്രാൻസാക്ഷൻ നടക്കാത്ത ആ കിബിയുടെ പേരിൽ തോമസ് ഐസക്കിന് എത്ര കാലമായി നിങ്ങൾ വേട്ടയാടുന്നു? നീചമായ വാക്കുകളോട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു പോവാണ്, ഞാൻ ഇറങ്ങുകയാണ്, മീറ്റിംഗിലേക്ക് പോകണം. എനിക്കൊരു മീറ്റിംഗിലേക്ക് പോകണം. അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നീചമായ വാക്കുകളോട് പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് പോകാനുള്ള മര്യാദ കാണിക്കണം. ഇടപെടലേക്ക് പോകണം. ഹൈക്കോടതി ചോദിച്ചത് കിഫ്ബി കേസിൽ ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് വീണ്ടും ആവർത്തിച്ചു കോടതി. രണ്ടാമത്തെ കാര്യം മസാല ബോണ്ടിൽ കിട്ടിയ പണം വകമാറ്റിയത് എന്തെങ്കിലും തെളിവുകൊണ്ട് വീഡിയോ കാര്യം ശരിയാണ്. രജപിനാർ ഇവിടെ എന്താണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയിൽ പോയ കക്ഷികൾ തന്നെ ക്രോഡീകരിച്ച കണക്കുകൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ടേബിളുണ്ട്. ഫ്യൂച്ചർ ഗെയിമിങ്ങിന്റെ
ഏപ്രിൽ 2022 റെയ്ഡ് ഏപ്രിൽ 7 ഏപ്രിൽ 100 കോടി, ജൂലൈ 2022 റെയ്ഡ് 6 ജൂലൈക്ക് 75 കോടി, സെപ്റ്റംബറിൽ റെയ്ഡ് ഒക്ടോബറിൽ 100 കോടി, ഏപ്രിൽ റെയ്ഡ് ഏപ്രിൽ 2023 റെയ്ഡ് ഏപ്രിൽ 2005 ആകുമ്പോൾ 90 കോടി 60 കോടി, മേഘ ഒക്ടോബർ 2019 റെയ്ഡ് 3 ഒക്ടോബർ 2019 5 കോടി, വേദാന്ത മെയ് 2020 റെയ്ഡ് ഏപ്രിൽ 21 ആയപ്പോൾ 25 കോടി, ഓഗസ്റ്റ് 22 റെയ്ഡ് ജൂലൈ 22 ആയപ്പോഴേക്കും 7 ആയപ്പോൾ 25 കോടി, 110 കോടി, 1.1 കോടി. അങ്ങനെ റെയ്ഡിന് ശേഷം കിട്ടിയ കോടികളുടെ 10-20 കമ്പനികളുടെ കണക്കുണ്ട്. സാന്ദർഭൂശൽ പറഞ്ഞുള്ളൂ നേരത്തെ അനിൽകുമാറിനും സന്ദീപിനും മറുപടി. രാജു, അത് പറയാം ഞാൻ എന്തായാലും ഈ ചർച്ചയിൽ CPM-നെ ഈ നടപടിയിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരണം തരാത്തതുകൊണ്ട് ഞാൻ അധികം CPM-നെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചല്ല ഈ ചർച്ചയിൽ പങ്കെടുത്ത്. പക്ഷെ പറയിച്ച് അടങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അദ്ദേഹം പോയോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുകൊടുത്ത് വേണം ചർച്ചയിൽ ഇരുത്താൻ. പറഞ്ഞിട്ട് സ്കൂട്ടായി പോകുന്ന നടപടി ശരിയല്ല. ഒരു നേതാവിന്റെ മകളുടെ പേരിൽ പാർട്ടി ഓഫീസിൽ പേപ്പർ കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ പേരിൽ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വത്തുക്കൾ വിറ്റ് അതിന്റെ പണം മേടിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് ഇതെന്ന് പറയുന്നത്. ഞങ്ങൾ തട്ടിപ്പണത്തില്ല. പ്രജാപതിയുടെ കീഴ്ശ്വാസം പോലെയാണ്. ഇവർക്ക് മാത്രമേ അതിന്റെ ദുർഗന്ധം ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാവരും ദുർഗന്ധത്തിൽ നിൽക്കുകയാണ്. ഇവർക്ക് സുഗന്ധമാണ്. മനസ്സിലായില്ലേ? കരുവന്നൂരിൽ തട്ടിച്ച കോടികൾ എത്രയാ? ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥ പറയുമ്പോൾ തന്നെ അതിനിപ്പുറത്ത് നവയുഗ കോർപ്പറേഷൻ, കഴിഞ്ഞ ദിവസം ഒരു വക്താവ് പറഞ്ഞത് ആളെ കൊല്ലി കമ്പനി എന്നാണ്. ആളെ കൊല്ലി കമ്പനി തുരങ്ക നിർമ്മാണത്തില് വീഴ്ച വരുത്തിയവർ. ആ ആളെ കൊല്ലി എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചവരാണ് CPM. മനസ്സിലായില്ലേ? അപ്പോ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തി. ഇനി ഞാൻ ചോദിക്കട്ടെ, അനിൽകുമാർ പറഞ്ഞല്ലോ സുരേന്ദ്രന്റെ പണം. എന്റെ അനിൽകുമാറെ, സുരേന്ദ്രന്റെ പണത്തെ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് ചോദിച്ചിട്ട് മറുപടി കൊടുക്കാഞ്ഞത്? പണം കൈമാറുന്ന എന്താ? ഹൈബി ഈഡൻ ലോക്സഭയിൽ ചോദിച്ചല്ലോ, ED ഇതിലുള്ള മന്ത്രി എന്താ മറുപടി പറഞ്ഞത്? ഞങ്ങൾ കേസെടുത്തു, പക്ഷെ പലതവണ ആവശ്യപ്പെട്ടിട്ട് സുരേന്ദ്രനെതിരെയുള്ള കേസിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇവര് രണ്ടുപേരും തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതിയുടെ ഏറ്റവും വലിയ ചെളിക്കുണ്ടിൽ കിടന്നിട്ട് അതിന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ഗുസ്തി പിടിക്കുക. ആ ഗുസ്തിക്കപ്പുറം ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. BJP കേസുകൾ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ വിരട്ടി നിർത്തുന്നു. മൈക്കിന്റെ മുന്നിൽ കിടന്നുള്ള അഭ്യാസമല്ലാതെ ഒരു നടപടിയും പിണറായി വിജയനും എടുക്കുന്നില്ല, BJP എടുക്കുന്നില്ല. മറ്റു സ്ഥലങ്ങളിലും വോട്ട് വേണം. രാജുവിന് സമയം കുറച്ചാണ് കിട്ടിയത്, എനിക്കറിയാം. സന്ദീപിലേക്ക് ഒന്നുകൂടി പോകാൻ സമയമില്ല. പക്ഷേ രാജു, ഈ പറയുന്ന ആ കൊടകര കുഴൽപ്പണ കേസിന്റെ വിവരങ്ങൾ 2 തവണ, ആദ്യം ആ കള്ളപ്പണം പിടിച്ച കാര്യം, പിന്നീട് വിശദാംശങ്ങളും 2 തവണ കൊടുത്തു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി VK രാജു പറയുന്നത്. അത് ആദായ നികുതി വകുപ്പിനെ മാത്രമല്ല ED-യും അത് കിട്ടിയിട്ടില്ല എന്ന് IT പറയുകയും സത്യം 2 തവണ അറിയിച്ചു VK രാജു പറയുന്നത്. ലോക്സഭയിൽ കൊടുത്ത ചോദ്യവും മറുപടി ഞാൻ അയച്ചുതരാം. ലോക്സഭയിൽ ഹൈബിയുടെ കൊടുത്ത മറുപടി ഞാൻ അയച്ചുതരാം. ശരി, അതിൽ വ്യക്തമാവട്ടെ. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും രേഖകൾ കൈമാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. എന്റെ സമയം പൂർണ്ണമാക്കി. എന്തായാലും നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും. കാര്യം ഇലക്ഷൻ ദിവസങ്ങളാണ്. വീണ്ടും ഇത്തരം നടപടികളിൽ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ഇനി